നമസ്കാരം. വൺ ഡേ ഫോർ വയനാട്. വയനാടിനായി ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുകയായിരുന്നു ന്യൂസ് 18 കേരളം. വയനാടിനായി ഒരുപാട് സഹായ പ്രവാഹങ്ങൾ തുടക്കം മുതൽ തന്നെ പല ഘട്ടങ്ങളിൽ നിന്നും വരുന്നുണ്ടെങ്കിൽ പോലും പല ആളുകൾക്കും സഹായം നൽകാനുള്ള മനസ്സുണ്ടായിരുന്നപ്പോൾ തന്നെയും അത് ഏത് തരത്തിൽ ഏത് വിധേന വയനാടിനായുള്ള അവരുടെ സഹായഹസ്തം, അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളത് അറിയാതെ നിൽക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ടായിരുന്നു. അവരെ കൂടി ഉൾപ്പെടുത്തുക, അവർക്ക് കൂടി ഒരു സഹായമാവുക, ഒരു വലിയ സഹായ പ്രവാഹം വയനാട്ടിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ചാനലാവുക, ഒരു മാർഗമാവുക എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വൺ ഡേ ഫോർ വയനാട് എന്ന ഒരു വലിയ ക്യാമ്പയിൻ വെച്ചത്. രാവിലെ 10 മണി മുതൽ ഇന്നിപ്പോൾ 6 മണി വരെയാണ് ആ ഒരു ക്യാമ്പയിൻ എത്തി നിൽക്കുന്നത്. ആ ക്യാമ്പയിൻ അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ കോളുകളുടെ ഒരു വലിയ പ്രവാഹം തന്നെയായിരുന്നു ന്യൂസ് 18ലേക്ക്. തങ്ങളാൽ കഴിയുന്ന ഏത് സഹായവും എത്തിക്കാം എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രേക്ഷകരാണ് ന്യൂസ് 18നോടൊപ്പം ഇന്ന് രാവിലെ മുതൽ ചേർന്നത്. വീട് നൽകാമെന്നും കുട്ടികളെ ഏറ്റെടുക്കാമെന്നും അവരുടെ സഹായം നൽകാമെന്നും പഠന സഹായം നൽകാമെന്നും അതോടൊപ്പം വീട് വാടകയ്ക്ക് നൽകാമെന്നും തങ്ങളുടെ കയ്യിലുള്ള ചെറിയ തുകയാണെങ്കിൽ അതുപോലും നൽകാമെന്നും സ്വന്തമായി വീടില്ലാതിരുന്നിട്ട് പോലും തങ്ങൾ ദിവസേന സമ്പാദിക്കുന്ന ഒരു ദിവസത്തെ ആ ഒരു കൂലി വയനാട്ടിലെ സാധാരണക്കാരായ ആ ദുരിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി നൽകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സ് നിറഞ്ഞ് ഒരുപാട് പ്രേക്ഷകരാണ് ന്യൂസ് 18 കേരളത്തെ ഇന്ന് വിളിച്ചത്. അവർക്കെല്ലാം ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്യാമ്പയിൻ ഇവിടെ അവസാനിക്കുകയാണെന്ന് പ്രേക്ഷകരെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. നിങ്ങളുടെ പേര് വിവരങ്ങൾ, ഇവിടേക്ക് വിളിച്ച ഓരോ പ്രേക്ഷകരുടെയും പേര് വിവരങ്ങളും ഏത് സഹായമാണ് നൽകാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ബന്ധപ്പെട്ട അധികൃതർക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ വലിയ മനസ്സിന് ഒരുപാട് സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി ഞങ്ങൾ ന്യൂസ് 18 അറിയിക്കുകയാണ്. ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് സ്നേഹം, സന്തോഷം, നന്ദി. അപ്പോൾ ഈ ദിവസത്തെ സമഗ്രമായ വാർത്തകളുമായി ലൈവ് at 6 ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. വയനാടിന് കരുത്ത് പകരാൻ വൺ ഡേ ഫോർ വയനാട്, ഇങ്ങനൊരു ക്യാമ്പയിൻ തുടങ്ങുകയാണ് ന്യൂസ് 18 കേരളം. ഇന്ന് മുഴുവൻ വയനാടിനായി വയനാടിന്റെ പുനരധിവാസത്തിന് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ, സമൂഹത്തിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ അത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. വയനാടിന്റെ അതിജീവനത്തിനായി കൈകോർത്ത് ന്യൂസ് 18. വൺ ഡേ ഫോർ വയനാട് ക്യാമ്പയിൻ ഏറ്റെടുത്ത് പ്രേക്ഷകർ. സഹായ പ്രവാഹം. ഇപ്പോൾ വയനാട്ടിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ മാതാവോ പിതാവോ നഷ്ടപ്പെട്ടതോ ആയിട്ടുള്ള 2 പെൺകുട്ടികളുടെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു. 100 കുടുംബങ്ങൾക്ക് ഇപ്പൊ താമസിക്കാൻ ഇവിടെ ഫാമില് പുതിയ ക്വാർട്ടേഴ്സ്, വെള്ളം, കറണ്ട്, എല്ലാവിധ സംവിധാനങ്ങളോടുകൂടെ ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല സാർ. ന്യൂസ് 18 ഉദ്യമത്തെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വയനാടിന്റെ പുനരുദ്ധാരണത്തിൽ ഒരുമിച്ച് പങ്കാളികളാകാമെന്ന് പിണറായി വിജയൻ. പുനരുദ്ധാരണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാർത്താ ചാനലായ ന്യൂസ് 18 കേരളവും ഇതിൽ പങ്കാളികളാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. മുണ്ടക്കയിലും ചൂരൽമലയിലും കനത്ത മഴ. ജനകീയ തെരച്ചിലിൽ ഇന്ന് കണ്ടെത്തിയത് 3 ശരീരഭാഗങ്ങൾ. ചാലിയാറിൽ നാളെ വിശദ പരിശോധന. രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി പ്രത്യേക ക്യാമ്പ്. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കുമെന്ന് മന്ത്രിസഭാ ഉപസമിതി. മലപ്പുറം കരുവാരക്കുണ്ടിൽ മഴവെള്ളപ്പാച്ചിൽ. ഒലിപ്പുഴ നിറഞ്ഞൊഴുകുന്നു. സമീപത്തെ വീടുകളിൽ വെള്ളം കയറി. നിരവധി കുടുംബങ്ങളെ ഒഴിപ്പിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടലിൽ 100ലേറെ പ്രഭവ കേന്ദ്രങ്ങൾ. കണ്ടെത്തൽ ഡ്രോൺ പരിശോധനയിൽ. ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ 4 അംഗ വിദഗ്ധ സംഘത്തിന്റെ സന്ദർശനം നാളെ. ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷം പുനരധിവാസം ഒരുക്കുമെന്ന് കളക്ടർ. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മരണം കൊലപാതകമെന്ന് സംശയം. മൃതദേഹം പുറത്തെടുത്തു. പൂച്ചാക്കൽ സ്വദേശിയായ യുവതിയുടെ ആൺ സുഹൃത്തിനെ സ്ഥലത്തെത്തിച്ച് പരിശോധന. യുവതിയുടെ മാതാപിതാക്കൾക്ക് പ്രസവത്തെ സംബന്ധിച്ച് അറിവില്ലെന്ന് പോലീസ്.
മുസ്ലിം ലീഗ് നേതാവ് കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി. അന്ത്യം താനൂരിലെ വസതിയിൽ. കബറടക്കം ഇന്ന് രാത്രി 8:30. 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചതായി മുസ്ലിം ലീഗ്. സെബി ചെയർപേഴ്സണെതിരായ ആരോപണങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച് അദാനി ഗ്രൂപ്പ്. അവകാശവാദങ്ങൾ നികൃഷ്ടവും കൃത്രിമവുമെന്ന് വിമർശനം. സുപ്രീംകോടതി തള്ളിയ വിവരങ്ങൾ ഹിൻഡൻബർഗ് ആവർത്തിക്കുന്നതായും അദാനി ഗ്രൂപ്പ്. ബംഗ്ലാദേശിലെ കലാപത്തിൽ അമേരിക്കയെ പഴിച്ച് ഷെയ്ഖ് ഹസീന. സെന്റ് മാർട്ടിൻ ദ്വീപ് വിട്ടുകൊടുത്തിരുന്നുവെങ്കിൽ തനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു. രാജ്യം വിട്ടത് കൂടുതൽ കൊലപാതകങ്ങൾ നടക്കാതിരിക്കാൻ. വിമർശനം രാജ്യം വിടുന്നതിന് മുമ്പ് അഭിസംബോധന ചെയ്യാൻ തയ്യാറാക്കിയ പ്രസംഗത്തിൽ. കായിക മാമാങ്കത്തിന് ഇന്ന് സമാപനം. ഒളിമ്പിക് സമാപന ചടങ്ങ് രാത്രി 12 മുതൽ. മെഡൽ പട്ടികയിൽ ഇന്ത്യ 71ാം സ്ഥാനത്ത്, ചൈന ഏറ്റവും മുന്നിൽ. വയനാടിനായി ഒരു ദിവസം മാറ്റിവെച്ച് ന്യൂസ് 18 കേരളം. വയനാട് പുനരുദ്ധാരണത്തിനായി ന്യൂസ് 18 കേരളം ഇന്ന് നടത്തിയ 1 ഡേ ഫോർ വയനാടിലൂടെ മലയാളികളുടെ സ്നേഹപ്രവാഹം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാമെന്ന് അറിയിച്ചവരിൽ തെങ്ങുകയറ്റ തൊഴിലാളിയായ കോഴിക്കോട്ടെ പുരുഷോത്തമൻ മുതൽ മുംബൈ കേരളീയ സമാജത്തിന്റെ ചെയർമാൻ വർഗീസ് ഡാനിയൽ വരെ ഉൾപ്പെടുന്നു. 10 വീട് വെച്ച് നൽകാമെന്ന് മലപ്പുറം മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മാനേജർ ഹംസ അറിയിച്ചു. സ്പൈനൽ മസ്കുലർ അട്രോഫി ബാധിതയായ മുതുകുളം സ്വദേശിനി തന്റെ 1 വർഷത്തെ ഭിന്നശേഷി പെൻഷനായ 19,200 രൂപ CMDRFിലേക്ക് സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചു. ഓച്ചിറ 1000 തെങ്ങ് സ്വദേശിനി സുൽഫത്ത് ബദറുദ്ദീൻ 2 പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവ് പൂർണ്ണമായും ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു. ഹരിപ്പാട്ടുകാരൻ ശ്രീഹരി എന്ന 1ാം ക്ലാസ്സുകാരൻ തന്റെ കുടുക്കയിലെ മുഴുവൻ കാശും CMDRFിലേക്ക് നൽകാമെന്ന് അറിയിച്ചു. 100-ലധികം പേരാണ് ഇന്ന് ഒരു ദിവസം ന്യൂസ് 18ലൂടെ വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്തത്. പേരും വിലാസവും മൊബൈൽ നമ്പറും അടക്കം വാഗ്ദാനം ചെയ്തവരുടെ പൂർണ്ണ വിവരങ്ങൾ അടുത്ത ദിവസം സർക്കാരിന് ഞങ്ങൾ കൈമാറും. ന്യൂസ് 18 കേരളത്തിന്റെ 1 ഡേ ഫോർ വയനാട് പരിപാടിയെ അഭിനന്ദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വയനാടിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പരമാവധി വിഭവ സമാഹരണത്തിന് ചാനലിലെ ഒരു പൂർണ്ണ ദിവസം നീക്കിവെച്ചു. ഒന്നിച്ചു നിന്ന വയനാടിന്റെ പുനരുദ്ധാരണം സാധ്യമാക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട്ടിലെ മുണ്ടക്കൈ ചൂർമല പ്രദേശങ്ങളിലെ ജനത സർവവും നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. ആ സഹോദരങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിയെത്തിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഒന്നായി ഏറ്റെടുക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് ഇതിനായി CMDRFിലൂടെ വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവുന്നത്. നാടിൻ്റെ പുനരുദ്ധാരണ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വാർത്താ ചാനലായ ന്യൂസ് 18 കേരളവും ഇതിൽ പങ്കാളികളാകുന്നു എന്നതിൽ സന്തോഷമുണ്ട്. 1 ഡേ ഫോർ വയനാട് എന്ന ഈ ക്യാമ്പയിനിൽ CMDRFിലേക്ക് സംഭാവന നൽകാനും വയനാട് പുനരുദ്ധാരണത്തിൽ സഹായവുമായി പങ്കുചേരാനും സന്നദ്ധത അറിയിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. CMDRF വഴി വയനാട് പുനരുദ്ധാരണത്തിൽ പങ്കാളികളാവണമെന്ന ആഹ്വാനവുമായി കലാസാംസ്കാരിക സിനിമ കായിക മേഖലയിലെ നിരവധി പ്രമുഖരെ ചാനലിലൂടെ
അണിനിരത്താൻ കഴിഞ്ഞതും കൂടുതൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. വൺ ഡേ ഫോർ വയനാട് പരിപാടിക്ക് എല്ലാ ആശംസകളും നേരുന്നു. CMDRFന് ജനങ്ങളിൽ നിന്നും വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. അതിനിയും തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ന്യൂസ് 18 കേരളത്തിന്റെ വൺ ഡേ ഫോർ വയനാട് പരിപാടിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും ആശംസകൾ അറിയിച്ചു. ഞാൻ ന്യൂസ് 18ന്റെ ഈ സംരംഭത്തെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. തീർച്ചയായും നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുനരധിവാസം സാധ്യമാകാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ സ്ഥലത്തേക്ക് അവരെ പറഞ്ഞയക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ സ്ഥലം കണ്ടെത്തണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി ലിവിങ്, എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റാവുന്ന സ്ഥലം. അവിടെയുള്ള മുഴുവൻ പേർക്കല്ല, ഒരുമിച്ച് ഇപ്പം ഞങ്ങൾ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ 100 പേർക്ക് ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഉണ്ടാവണം. അവിടെ കോമൺ ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവണം. അവിടെ ഒരുമിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടാകണം. കുട്ടികൾക്ക് സ്കൂളോ അംഗൻവാടിയോ വേണം. അവിടെ ഫ്രൂട്ട് പ്ലാന്റുകൾ ഉണ്ടാകണം. പിന്നെ അതുപോലെ ഓരോ വീട്ടിലെയും ഓരോ വിഷയമാണ്. ചില വീട്ടിൽ അനാഥരായ കുട്ടിയാണ്, ചില വീട്ടിൽ വരുമാനം ഉണ്ടാക്കിയിരുന്ന ആളുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ചില സ്ഥലത്ത് പ്രായമായ ആളുകൾ, മക്കളും കൊച്ചുമക്കളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അവർക്ക് ജോലി കൊടുക്കേണ്ടി വരും, നമുക്ക് അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ കൃഷി ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോ കുടുംബത്തിൻ്റെയും ഓരോ പാക്കേജായി ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോൾ ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു പുനരധിവാസ പ്രക്രിയ ഒരു മോഡലായി ചെയ്യണം. അതിന് സഹായിക്കാൻ ആളുകൾ തയ്യാറാണ്. ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും പ്രൊഫഷണലായി, ഏറ്റവും ഭംഗിയായി ആ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടക്കണം. അത് വെറുതെ വീട് വെച്ച് കൊടുക്കുന്നത് മാത്രമല്ല, അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന് അവർ ഇതിനു മുൻപ് ജീവിച്ചിരുന്നതിനേക്കാൾ കുറെ കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് ആ ബാക്കിയുള്ള കുടുംബാംഗങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു മിഷനാണ് ഏറ്റെടുക്കേണ്ടത്. അതിനൊരു വളരെ വലിയൊരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള, വിശാലമായ, സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാകണം. ഞങ്ങളത് ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും സമർപ്പിക്കും. ന്യൂസ് 18 നടത്തുന്ന ഈ സംരംഭത്തിന് എല്ലാ പിന്തുണയും നൽകുന്നു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസവും എനിക്കുണ്ട്. വിവരങ്ങളുമായി TG സജിത്ത് കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. സജിത്ത്, വിഷമഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ന്യൂസ് 18ന്റെ ഒരു ശൈലിയാണ്. ഇത്തരത്തിൽ നിരവധി പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇന്ന് ഈ വൺ ഡേ ഫോർ വയനാട് എന്നുള്ള ഒരു ക്യാമ്പയിന് നമ്മൾ തുടക്കം കുറിക്കുമ്പോൾ ഇത്രത്തോളം വലിയൊരു സ്വീകാര്യത ലഭിക്കുമെന്ന് നമ്മൾ പോലും പ്രതീക്ഷിച്ചിരുന്നതല്ല. നമ്മുടെ എല്ലാം മനസ്സ് നിറയ്ക്കുന്ന തരത്തിലാണ് ഓരോ പ്രേക്ഷകരും നമ്മളെ വിളിച്ച് അവർക്കുള്ളതൊക്കെ തരാമെന്ന് പറഞ്ഞത്. പലപ്പോഴും കണ്ണു നിറഞ്ഞു പോയ നിമിഷങ്ങൾ നമുക്ക് പോലും ഉണ്ടായിട്ടുണ്ടായിരുന്നു, അല്ലേ സജിത്ത്? ആര്യ, തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത് എന്ന് തർക്കമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യം, അതാണ് ഇന്നത്തെ ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വന്നത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഒരു 8 മണിക്കൂർ പൂർണ്ണമായും, അതിനും അപ്പുറം രാവിലെ 7 മണി മുതൽ തന്നെ ഈ CMDRFും ഒപ്പം തന്നെ വയനാടിൻ്റെ പുനരുദ്ധാരണവും തന്നെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. 8 മണിക്കൂർ പൂർണ്ണമായും നമ്മുടെ അജണ്ടയിൽ എങ്ങനെ വയനാടിനെ നിർമ്മിക്കാം, അതിനുവേണ്ടി എന്തൊക്കെ പദ്ധതികളാണ് വരേണ്ടത്, അതിലേക്ക് വലിയ സഹായ വാഗ്ദാനങ്ങൾ നടത്തിയവരുണ്ട്. അതിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട്ടെ ഒരു തെങ്ങുകയറ്റ തൊഴിലാളി പുരുഷോത്തമൻ മുതൽ വലിയ തുകകൾ വാഗ്ദാനം ചെയ്തവർ വരെയുണ്ട്. ഇങ്ങനെ ഓരോരുത്തർക്കും തങ്ങൾക്ക് കഴിയാവുന്ന തരത്തിലുള്ള സഹായങ്ങൾ നൽകാൻ ഒരു വഴിയായി, ഒരു ചാലകമായി ന്യൂസ് 18നെ കണ്ടു, നമ്മുടെ സ്ക്രീനെ കണ്ടു. അതിനെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അവർ അവരുടെ അഭിപ്രായങ്ങളും വാഗ്ദാനങ്ങളും പങ്കുവച്ചു. അതെന്തായാലും അധികൃതർക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ അടുത്ത മാധ്യമ ദൗത്യം. നമ്മളെ സംബന്ധിച്ച് ആര്യ സൂചിപ്പിച്ചതുപോലെ ദുരന്തമുഖത്ത് എപ്പോഴും എല്ലാ തരത്തിലും സഹായഹസ്തം ഒരു മാധ്യമമെന്ന രീതിയിൽ നമ്മൾ കാട്ടാറുണ്ട്, ഇടപെടാറുണ്ട്. ഇത്തവണയും സംഭവിച്ചതും അതുതന്നെയാണ്. വയനാടിൻ്റെ വലിയ ദുരന്ത വാർത്തകൾ ദിവസങ്ങളായി കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അതിന് പിന്നാലെയാണ്. നമ്മൾ തിരച്ചിൽ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യം, ഇന്നലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടി പൂർത്തിയായതോടെ ഇനി എങ്ങനെ വയനാടിനെ പുനർനിർമ്മിക്കാം,
ഇതുവരെ നടത്തിയ വാഗ്ദാനങ്ങളുടെ ഒരു ക്രോഡീകരണം എങ്ങനെ സാധ്യമാവും? എങ്ങനെ ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാകും? അവിടെ പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ടുള്ള ഇടപെടൽ എങ്ങനെയൊക്കെ ഉണ്ടാക്കാം? ഇതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കടന്നു വരുന്നത്. നമുക്ക് ഈ ദൗത്യം പൂർത്തിയാക്കൽ പെട്ടെന്ന് തീർത്തുന്നതല്ല, ഇനി വരും ദിവസങ്ങളിലും ഇത് നമ്മൾ തുടരും. പക്ഷേ ഇന്നത്തെ ഒരു പകൽ ദിനം പൂർണ്ണമായും ആളുകളിൽ നിന്ന് ശേഖരിച്ച അഭിപ്രായങ്ങളും അവരുടെ വാഗ്ദാനങ്ങളും അവരുടെ പേര് വിവരങ്ങളും ഫോൺ നമ്പരും അടക്കം നമ്മൾ മുഖ്യമന്ത്രിക്കടക്കം കൈമാറുകയാണ്, സർക്കാരിന് കൈമാറുകയാണ്. ഈ സഹായഹസ്തം അത് സർക്കാരിനെ നമ്മൾ അറിയിക്കുകയാണ്. അങ്ങനെ ഒരു ചാലകമായി പ്രവർത്തിച്ച ഒരു മാധ്യമ ദൗത്യം നിറവേറ്റുന്നതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം കൂടി നമുക്കുമുണ്ട്. എന്തായാലും ഈ ദൗത്യം മുൻകാലങ്ങളും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രളയകാലത്താവട്ടെ, കോവിഡ് പടർന്നു പിടിച്ചപ്പോഴാട്ടെ, അത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഒരു മാധ്യമ ദൗത്യം നിറവേറ്റാൻ ന്യൂസ് 18 ഉണ്ടായിരുന്നു. ഇന്നും സംഭവിച്ചതാണ്. നമുക്കിനിയും തുടരണം. വയനാട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് അവർക്ക് കൈത്താങ്ങൊരുക്കാൻ ഇനിയും നിർദ്ദേശങ്ങളുണ്ടാവണം. അത് എന്തായാലും സർക്കാർ സംവിധാനങ്ങളിലൂടെ തന്നെ നടപ്പിലാക്കണം എന്ന കാര്യം കൂടിയാണ് പറയുന്നത്. ഇന്നത്തെ ഈ 8 മണിക്കൂറിൽ നമുക്ക് ബോധ്യപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഒന്ന്, സർക്കാരിൻ്റെ സംവിധാനങ്ങളെ വിശ്വസിക്കാനാണ് ആളുകൾക്ക് താല്പര്യം. തങ്ങൾ നൽകുന്ന പണം അത് കൃത്യമായ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, അത് ആളുകളുടെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ മുഖ്യമന്ത്രിയുടെ ഈ ദുരിതാശ്വാസ നിധിയിൽ അവർ വിശ്വാസമർപ്പിക്കുന്നത്. അതൊന്നുകൂടി പ്രകടമാവുന്നതായിരുന്നു പലരുടെയും വാക്കുകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമ്മുടെ ഈ 8 മണിക്കൂറിൽ നമുക്ക് വ്യക്തമായത്, പലർക്കും ഈ സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് അതിനുള്ള വഴി എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. പലപ്പോഴും സാധാരണ രീതിയിൽ താമസിക്കുന്നവർ, കൂലിപ്പണി എടുക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ എനിക്ക് എൻ്റെ ഒരു ദിവസത്തെ വേതനം സർക്കാരിന് നൽകി വയനാട്ടുകാരെ സഹായിക്കണമെന്നുണ്ട്. പക്ഷേ അതിന് വഴി എന്താ എന്ന ചോദ്യം അവർക്ക് മുന്നിൽ ഒരു പ്രതിസന്ധിയായുണ്ട്. ആ വഴി തെളിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഒരു ചാലകമാവുകയാണ് നമ്മൾ ചെയ്തത്. അങ്ങനെ എങ്ങനെയാണ് നിങ്ങൾ പണം കൈമാറേണ്ടത് എന്നവരെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ ഈ ദുരിതാശ്വാസ നിധിയും മറ്റും എങ്ങനെയാണ് പണം കൈമാറേണ്ടത് എന്ന കാര്യം കൂടുതൽ പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലോടുകൂടി കൂടുതൽ ശക്തമായി ഒന്നുകൂടി അത് സർക്കാരിൻ്റെ പ്രചരണ വിഷയമാവേണ്ടതുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി നമ്മുടെ ഈ ക്യാമ്പയിൻ അനുഭവം നമുക്ക് പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാവരും ന്യൂസ് 18 ക്യാമ്പയിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. നമുക്കത് കരുത്തുപകരുകയും ചെയ്യും. നാളെയും വലിയ ഊർജ്ജത്തോടെ ഇത്തരം ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ നമ്മൾ മുൻപിലുണ്ടാവും. അതൊരു മാധ്യമ ദൗത്യമാണ്. ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനമെന്ന രീതിയിൽ ഈ സമൂഹത്തിൻ്റെ ഏതുതരം വെല്ലുവിളികളെയും ഏറ്റെടുക്കാനുള്ള കരുത്തും ചങ്കൂറ്റവും നമുക്കുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഇക്കാര്യത്തിലുണ്ട്. വളരെ വിനയത്തോടെ ഇനിയും ഇത്തരം സഹായ ഹസ്തങ്ങളുണ്ടെങ്കിൽ അവരെ സർക്കാരിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ ഒരു ചാലക ശക്തിയായി ന്യൂസ് 18 ഉണ്ടാകും മുന്നിൽ എന്ന ഉറപ്പുകൂടി നമുക്ക് ഈ ക്യാമ്പയിനിലൂടെ മുന്നോട്ട് വയ്ക്കാം. തീർച്ചയായും സജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പതിവ് വാർത്താ ശൈലി വിട്ട് ഇന്ന് നമ്മൾ ഈ ഒരു ദിവസം വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി നിലകൊണ്ടപ്പോൾ പ്രേക്ഷകർ നമുക്ക് തിരികെ തന്ന ആ ഒരു പ്രോത്സാഹനം, സ്നേഹം, ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഇനിയും തുടരാൻ നമുക്ക് നൽകുന്ന ഊർജം അത് വളരെ വലുതാണ്. ഇനിയും ഇതുപോലെയുള്ള ഘട്ടങ്ങളിലൊക്കെ വളരെ ജനകീയമായ ഇടപെടൽ ഒരു വാർത്താ ചാനൽ സാധാരണ ഗതിയിൽ ഇതുവരെ ഇടപെട്ട് കണ്ടതിനപ്പുറമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാഴ്ചവെക്കുന്നുണ്ട്. ഇനിയും അത് തുടരാനുള്ള ഊർജം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനിയും അത് നമ്മൾ തുടർന്നിരിക്കും. പ്രേക്ഷകർക്കൊപ്പം ജനങ്ങൾക്കൊപ്പം നമ്മൾ ഉണ്ടാകുമെന്നുള്ള ഉറപ്പുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ നൽകുകയല്ലേ സജിത്ത്? തീർച്ചയായും അതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന ഉറപ്പ്. കാരണം ഇത്തരം വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും പ്രമുഖ വ്യക്തികളും ഒക്കെ നമുക്ക് മുന്നിൽ കാട്ടിയ ഒരു മാതൃകയുണ്ട്. കാരണം ഈ ദുരന്ത മുഖത്ത് രാഷ്ട്രീയം പറയാതെ ഒന്നിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു മാതൃകയുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരെ കേൾപ്പിച്ച മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും വാക്കുകൾ, അതിന് ഉണ്ടാകുന്ന ഒരു യോജിപ്പുണ്ട്. അവിടെ വയനാട്ടുകാരുടെ നന്മ എന്ന ലക്ഷ്യമാണുള്ളത്. നമുക്കതിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു മാധ്യമം എന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. അതുകൊണ്ട് മാധ്യമ പ്രവർത്തനം എന്നത് വെറും ചാനൽ റേറ്റിങ്ങുകൾക്കും അപ്പുറം അത് മനുഷ്യൻ്റെ മനസ്സിനെ തൊട്ടറിയുന്നതാണ്, അവരുടെ ഇല്ലായ്മകൾക്കൊപ്പം നിൽക്കുന്നതാണ് എന്ന തിരിച്ചറിവ് കൂടിയാണ്. അത് പൊതുവിൽ ഏത് മാധ്യമങ്ങളും നിർവഹിക്കേണ്ട ഒരു കർമ്മമാണ്. നമ്മളത് മുൻനിരയിൽ നിന്ന് നിർവഹിക്കുന്നു എന്ന് മാത്രം. എന്തായാലും ഇത്തരം ദൗത്യങ്ങൾ ഇനിയും നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. നമ്മുടെ മുന്നിൽ അടുത്തതായി ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന, അതായത് ഏകദേശം 150ഓളം പേരുടെ പേര് വിവരങ്ങളും അവരുടെ സഹായ വാഗ്ദാനങ്ങളും അവർ ഏതൊക്കെ മേഖലയിലാണ് സഹായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ വിവരങ്ങളും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ അടുത്ത വെല്ലുവിളി. തീർച്ചയായും വരും ദിവസങ്ങളിൽ തന്നെ നമ്മുടെ എഡിറ്റോറിയൽ ടീം
അതിൻ്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് തന്നെ ഈ സഹായം എത്തുന്നു എന്ന് ഉറപ്പുവരുത്താനുള്ള ജാഗ്രത കാണിക്കൽ കൂടി നമ്മുടെ ദൗത്യമാണ്. അത് നമ്മൾ പൂർത്തീകരിക്കും. എന്തായാലും ഇന്ന് പകൽ സമയങ്ങളിൽ ന്യൂസ് 18-ലുമായി ഇങ്ങോട്ടേക്ക് വിളിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം എല്ലാവരെയും നമുക്ക് ടെലിവിഷൻ്റെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. പക്ഷേ മറ്റു വിളിച്ചവരെയും എല്ലാം അവരുടെ പേരുവിവരങ്ങളും വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ ലഭ്യമാവാത്തവരെ തിരികെ വിളിച്ച് ഞങ്ങളുടെ എഡിറ്റോറിയൽ ടീം അവരെ തിരികെ വിളിച്ച് അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ച് നിങ്ങളുടെ പൂർണ്ണമായ പേരുവിവരങ്ങളും സഹായ വാഗ്ദാനങ്ങളും അത് സർക്കാരിന് കൈമാറും എന്ന ഉറപ്പുകൂടിയുണ്ട്. ആര്യ, ഒരു കാര്യം കൂടി നമുക്ക് ചൂണ്ടിപ്പറയേണ്ടി വരും. കാരണം ഈ വിളിക്കുന്ന പലരും പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളാണ് നൽകുന്നത്. എല്ലാവരും പണമായിട്ടല്ല. ചിലർ വാടക വീടുകൾ തരാൻ തയ്യാറാണ്, ചില സ്ഥലം വിട്ടു നൽകാൻ തയ്യാറാണ്. അങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നവരുണ്ട്. ഇതിൽ ജനങ്ങളുടെ ഒരു തിരിച്ചറിവ് നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്ന് CMDRFിലേക്ക് വരുന്ന പണം ഒരുപക്ഷെ അത് പെട്ടെന്ന് ഈ ദുരന്തബാധിതരിലേക്ക് എത്തണമെങ്കിൽ ചില നടപടിക്രമങ്ങളുടെ പൂർത്തീകരണമുണ്ട്. പക്ഷേ പ്രയോറിറ്റി നിശ്ചയിക്കുമ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഇനി എവിടെ താമസം എന്നൊരു ചോദ്യമാണ് ആദ്യം ഉണ്ടാവുക. അവിടെയാണ് സർക്കാർ വാടക വീടുകൾ അന്വേഷിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമുക്ക് ഇന്ന് ന്യൂസ് 18-ലേക്ക് വിളിച്ച പലരും ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, വയനാടിന് സമീപത്ത്, അതായത് ഈ ദുരന്തമുണ്ടായതിന് ഏകദേശം 10-15 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊക്കെ നിരവധി വീടുകളുണ്ട്, ഹോം സ്റ്റേകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്. അത്തരം വീടുകൾ ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ് എന്ന വാഗ്ദാനം മുന്നോട്ട് വെച്ച നിരവധി പേരുണ്ട്. ഒരുപക്ഷെ സർക്കാർ നമ്മൾ ഈ ലിസ്റ്റ് കൈമാറുമ്പോൾ ആദ്യം പരിഗണിക്കപ്പെടേണ്ടി വരിക, ആദ്യം എടുക്കേണ്ടി വരിക അത്തരം പേരുകാരെ ആയിരിക്കാം, അത്തരം ലിസ്റ്റുകളാവാം. കാരണം ഈ ദുരന്ത മേഖലയിൽ ദുരന്തത്തിൽ ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അവരെ മാറ്റി പാർപ്പിക്കാൻ ഒരുപക്ഷെ ഏറ്റവും ആദ്യം നമുക്ക് ആവശ്യമായി വരിക ഒരു വാടക വീടുകളാണ്. ആ വാടക വീടുകൾ സൗജന്യമായി വിട്ടുതരാൻ തയ്യാറായി വന്ന നിരവധി പേരുണ്ട്. ആ പേര് വിവരങ്ങൾ കൂടി നമ്മൾ സർക്കാരിന് കൈമാറും. അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൈകോർക്കുകയാണ്. വയനാടുകാർക്ക് വേണ്ടി ആ നന്മയ്ക്കൊപ്പം നമ്മളും ഭാഗമാവുകയാണ്. തീർച്ചയായും TG സജിത്ത് കൂടിയാണ് നമുക്കൊപ്പം ചേർന്നത്. 1 Day for വയനാട് എന്ന ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ വലിയ വിജയമാക്കി മാറ്റിയ ഞങ്ങൾക്കൊപ്പം നിന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. തിരികെ എത്താം വാർത്തകളിലേക്ക്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്തുകയാണ് വാർത്തകളിലേക്ക്. ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങളുടെ വേദന എത്രമാത്രം ആഴമുള്ളതെന്ന് ഒരുപാട് തവണ കണ്ണീരോടെ അനുഭവിച്ചവരാണ് തിരുവനന്തപുരം ചിറയൻകീഴ് മുതലപ്പുഴയിലെ മത്സ്യബന്ധന തൊഴിലാളി കുടുംബങ്ങൾ. വയനാടിനായി മുതലപ്പുഴയുടെ സഹായഹസ്തം നീളുമ്പോൾ അതിന് മുണ്ടക്കയുടെയും ചൂരൽ മലയുടേതിനും സമാനമായ കണ്ണീരുപ്പിന്റെ നനവുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴി, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് എത്തുന്നത് ദുരന്തത്തിന്റെ ഓർമ്മകൾ കൂടിയാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏതാണ്ട് 80ഓളം മത്സ്യത്തൊഴിലാളികളാണ് ഇവിടെ മരിച്ചത്. ആർത്ത് അലച്ചെത്തുന്ന തിരമാലകളാണ് ഇവിടെ മത്സ്യബന്ധന വള്ളങ്ങളെ അപകടത്തിൽപ്പെടുത്തുന്നതെങ്കിൽ ഇടിഞ്ഞിറങ്ങിയ മലയാണ് വയനാട്ടിൽ ജീവനുകൾ കവർന്നത്. മുതലപ്പുഴയും മുണ്ടക്കയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. സ്നേഹത്തിന്റെ ബന്ധമാണ് നമ്മൾ പറയുന്നത്. ഇപ്പോഴുള്ളത് മുതലപ്പുഴയിലാണ്. പ്രജാപതി എന്ന ബോട്ടിൽ പണിയെടുക്കുന്ന ആളാണ് ജിബിൻ. ജിബിനും ഒപ്പമുള്ളവരും ചേർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപയാണ് നൽകിയിട്ടുള്ളത്. ഈ വയനാടിന്റെ ഒരു വേദന ഇങ്ങനെ വരുമ്പോൾ എപ്പോഴാണ് ചിന്തിച്ചത് ഇങ്ങനെ ഒരു സഹായം ചെയ്യാമെന്ന്? അതിപ്പോൾ എങ്ങനെയാണ് ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ നമ്മളെ മുതലപ്പുഴയിലും ഇതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങൾ മരണമടയാറുണ്ട്. അപ്പോഴും ഞങ്ങളും മത്സ്യത്തൊഴിലാളികൾ പൊതുവെ സമരത്തിനും കാര്യങ്ങൾക്കും ഇറങ്ങി തിരിച്ചാലും ആരും ഞങ്ങളെ മൈൻഡാക്കാറില്ല. എങ്കിലും അത് ഇവിടെ ഞങ്ങൾ വിഷയമാക്കുന്നില്ല. ഞങ്ങളുടെ അതേ ദുഃഖം തന്നെയാണ് അവർക്കും ഉള്ളത്. അപ്പോൾ അവരെ ഒരു കൈ സഹായിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾ 45 ആളും കൂടി ഇങ്ങനെ തീരുമാനിച്ചു. ഒരു ദിവസം ജോലിയെടുക്കുന്ന കാശ് അവർക്ക് സഹായിക്കണമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തൊഴിലിന് പോയി. കിട്ടിയ കാശാണ് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് ധനസഹായത്തിൽ കൊടുത്തത്. മലയോര മേഖലയുടെ കണ്ണുനീർ അത് തീരദേശം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് അറിയാം നമ്മുടെ ജനത എത്രമാത്രം ആ ഹൃദയബന്ധം ആഴ്ന്നു നിൽക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഇങ്ങനെ ഒരു സഹായഹസ്തം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രാവിലെ പണിക്ക് പോകുന്ന ആളുകളാണ്. എന്തെങ്കിലും രോഗബാധയോ അല്ലെങ്കിൽ വാർദ്ധക്യമോ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. രാവിലെ പോകുന്നവർ തിരികെ എത്തുന്നത് മൃതദേഹമായാണ് പലപ്പോഴും വീടുകളിലേക്ക് എത്തുന്നത്. നമ്മൾ തന്നെ പല കുറി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. വയനാട്ടിലും നമ്മൾ അങ്ങനെ ഒരു നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് അത്ര തന്നെ വേദനയോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കാണുന്നത്. നിങ്ങളുടെ ഇവിടുത്തെ ഒരു സാഹചര്യം അതേക്കുറിച്ച് പല ഘട്ടങ്ങളിൽ സമരം ചെയ്തു എന്ന് പറഞ്ഞു. അത് വളരെ പെട്ടെന്ന് മാറും എന്ന് വിചാരിക്കുന്നുണ്ടോ?
ഇല്ല, അത് ആരും ഇതുവരെയും ഒരു ഊർജ്ജത ആരും കാണിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ 6 പേരടങ്ങുന്നതോ 7 പേരടങ്ങുന്നതോ ഒരു ബോട്ടിൽ ഞങ്ങൾ 6 പേര് കൂടി ഇങ്ങനെ പോയിട്ട് ഒരു തിരമാലയിൽ പെട്ട് അത് തിരമാല എന്നിട്ട് ഞങ്ങൾ ഈ പോസ്റ്റിലൊക്കെ പലരും കമന്റ് ഇടാറുണ്ട്. അത് ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലാത്തവർ തന്നെ കമന്റ് ഇടാറുണ്ട്. മുന്നറിയിപ്പ് ഉണ്ടായിട്ട് പോലും നമ്മൾ അതിനെ അവഗണിച്ചാണ് പോകുന്നതെന്ന്. ശരിക്കും മത്സ്യത്തൊഴിലാളി മത്സ്യബന്ധനം ചെയ്ത് തന്നെയാണ് ഞങ്ങൾ കുടുംബം കഴിയുന്നതും ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇതില് അശാസ്ത്രീയമായ നിർമ്മാണം കാരണമാണ് ഞങ്ങളുടെ ഈ എൻട്രിയാണ് ഞങ്ങളുടെ പ്രശ്നം. അല്ലാതെ ഉൾക്കടലിൽ പോയി ഒരു കാലാവസ്ഥ അനുകൂലമല്ലാതെ ഞങ്ങൾ ആരും മരിക്കുന്നില്ല. ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ സഹോദരങ്ങൾ നഷ്ടപ്പെടുന്നത് ഇതിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണമാണ്. ഈ എൻട്രിയാണ്. ഞങ്ങൾ ഇത് കഴിഞ്ഞ് അപ്പുറത്ത് പോയാലും ഞങ്ങളെ കുടുംബം പോറ്റാനുള്ളതും കൊണ്ട് ഇത് തിരിച്ചിതിനകത്തോട്ട് വരണം. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എൻട്രിയിൽ ഞങ്ങൾ ജീവൻ പണയം വെച്ചിട്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേറെ ഇതില്ല. കാരണം പണ്ട് ഈ മുതലപ്പൊഴി ഹാർബർ വരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തീരമുണ്ടായിരുന്നു. ഈ തീരം നഷ്ടപ്പെട്ടതിന്റെ ബേസിലാണ് താഴമ്പള്ളി, പൂത്ര, അഞ്ചുതെങ്ങ് ഭാഗത്ത് ഇതുവഴി ഇതിനെ ഇപ്പൊ ആശ്രയിക്കേണ്ടി വന്നത്. ഇതിനെ ആശ്രയിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എല്ലാ വർഷവും 25-30 സഹോദരങ്ങളെ ഞങ്ങളത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കിയാൽ. ഒരുപക്ഷെ ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിന്റെ ആഴവും വേദനയും അത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൽ തട്ടുന്നത് നിങ്ങൾക്ക് തന്നെയായിരിക്കും. കാരണം സമാനമായ രീതിയിൽ ആളുകളെ അല്ലെങ്കിൽ ബന്ധുക്കളെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. തീർച്ചയായും നിങ്ങൾ ഒരു ദുരന്തം ഉണ്ടാവുമ്പോൾ അവിടെ ധനസഹായമായിട്ടോ അല്ലെങ്കിൽ സഹായമായിട്ടോ ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ വരാറുണ്ട് ആണല്ലോ. പ്രളയം വന്നപ്പോഴും മത്സ്യത്തൊഴിലാളിയാണ് വന്നത്. കേരളത്തിന്റെ സൈന്യമെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയോട് പറഞ്ഞതാണ്. ഇന്നും ഒരു പ്രതിഫലം പോലും പേടിക്കാതെ അവരവരുടെ തൊഴിൽ മേഖലയായിട്ട് വന്ന് ഒരു ഇതുണ്ടാക്കിയതും മത്സ്യത്തൊഴിലാളി തന്നെയാണ്. ഇപ്പോഴും എന്ത് അപകടം വന്നാലും മത്സ്യത്തൊഴിലാളികളെ ക്ഷണിച്ചാൽ അവർ 2 കൈയോടെയും വരും. നിത്യേന ജീവിതത്തോട് മല്ലടിക്കുന്നവരാണ് മുതലപ്പുഴയിലെ മത്സ്യബന്ധന തൊഴിലാളികൾ. അവർ വയനാടിനൊപ്പം ചേരുകയാണ്. അവരുടെ വിശദമകൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ മറന്നുകൊണ്ട് അവർ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവർക്കൊപ്പം ചേരാൻ തീരുമാനിക്കുകയായിരുന്നു. വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കേരളത്തെ പിടിച്ചുലച്ച പ്രളയകാലത്താണ് കരളുറപ്പുള്ള കേരളം എന്ന ഗാനം ന്യൂസ് 18 കേരളം അവതരിപ്പിച്ചത്. പ്രളയത്തെ അതിജീവിച്ച കേരളത്തിന്റെ മുഖമുദ്രയായി ആ ഗാനം പിന്നീട് മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ദുരന്തത്തെ അതിജീവിക്കാൻ ഒരുമിച്ച് നിൽക്കുകയാണ് നമ്മളിപ്പോൾ. വയനാടിന്റെ രക്ഷാകരങ്ങൾക്ക് ആദരമർപ്പിച്ച് ന്യൂസ് 18 കേരളം പുതിയ ഗാനം അവതരിപ്പിക്കുകയാണ്. കരളുറപ്പുള്ള കേരളം എന്ന ഗാനം തയ്യാറാക്കിയ ഇഷാൻ ദേവാണ് ഈ ഗാനവും ഒരുക്കിയിട്ടുള്ളത്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാറാണ് ഗാനത്തിന് ദൃശ്യമൊരുക്കിയത്. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടപ്പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ ഇതെന്റെ മലയാളം ഇതെന്റെ അടയാളം എന്റെ മലയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം എന്റെ അടയാളം എന്നുയിരിന്റെ താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം എന്നുയിരിന്റെ താളം തോളോടു തോൾ ചേരും മലയാളമേ നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ കൂടപ്പിറപ്പെന്ന വരദാനമേ ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ
അമരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം, ഇതെന്റെ മലയാളം. വയനാടിന്റെ രക്ഷാകരങ്ങൾക്ക് ഒരു ബിഗ് സല്യൂട്ട് എന്നോണമാണ് ഞങ്ങൾ ഈ ഗാനം സമർപ്പിക്കുന്നത്. പ്രേക്ഷകർക്കറിയാം, കേരളം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രളയകാലത്തെക്കുറിച്ച് 2018 അന്ന് ആ ഗാനം നമുക്ക് വേണ്ടി ഒരുക്കിയത്, കരളുറപ്പുള്ള കേരളം എന്ന ഗാനം ഒരുക്കിയത് ഇഷാൻ ദേവാണ്. അദ്ദേഹം തന്നെയാണ് ഈ ഗാനത്തിന് പിറകിലും ഉള്ളത്. സംഗീത സംവിധായകൻ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഇഷാൻ ദേവ്, നമ്മൾ പ്രളയകാലത്ത് ഒരുക്കിയ ഗാനം അത് എത്രത്തോളം ജനങ്ങൾ ഏറ്റെടുത്തു, അവർക്ക് ഊർജം പകരുന്ന രീതിയിൽ അവരതിനെ സ്വീകരിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു ഗാനം കൂടി, വയനാടിന്റെ രക്ഷാകരങ്ങൾക്ക് അഭിവാദ്യം, ബിഗ് സല്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയാണ്. താങ്കളുടെ ഒരു അനുഭവം എങ്ങനെയാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്? ഇത് നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് എല്ലാവർക്കും ഒരു വലിയ നമസ്കാരം ആദ്യം തന്നെ. ലോക മലയാളികൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ വയനാടിന്റെ കാര്യം വരുമ്പോൾ തന്നെ നമ്മൾ ഇതിനു മുന്നേ കണ്ടത് തന്നെയാണ്. നമ്മുടെ കോവിഡുകളിലും നമ്മുടെ ഒരു 30 കോടി സമാഹരിച്ച് നമ്മുടെ ഒരു ബ്രദറിനെ രക്ഷപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ എല്ലാപ്പോഴും മലയാളികൾ ഒന്നടങ്കം എല്ലാ ദുരിതങ്ങൾക്കും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മലയാളികളുടെ അഭിമാനമാണ് എനിക്ക് അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കുമ്പോൾ. വേറെ ഒരിടത്തും കാണാൻ പറ്റാത്ത ഒരു ഒത്തൊരുമയാണ്. അപ്പം ഞാൻ ആക്ച്വലി ഈ സംഭവം സംഭവിക്കുമ്പോൾ ഞാൻ പുറത്തായിരുന്നു, ഒരു ദുബായിൽ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ശരിക്കും ന്യൂസ് കാണുമ്പോൾ നമുക്ക് നിരന്തരം നമ്മളിൽ ഉണ്ടാവുന്ന ഒരു വിഷമവും സങ്കടവും, അത് ഞാനൊരു കലാകാരനായതുകൊണ്ട് തന്നെ എന്റെ ഇമോഷൻ ഉറപ്പായിട്ട് എനിക്ക് എന്റെ എഴുത്തിലൂടെയും എന്റെ സംഗീതത്തിലൂടെ ആയിരിക്കും ഞാൻ ഓരോ പ്രാവശ്യം നമ്മുടെ മ്യൂസിക് കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ കാണുമ്പോൾ തന്നെ കണ്ണ് നിറയുകയും നമ്മൾ ഓരോരുത്തരും എന്റെ ഇമോഷൻ തന്നെയാണ് എല്ലാ മലയാളികൾക്കും ഉള്ളത്. മലയാളികൾക്ക് മാത്രമല്ല, ഒന്നടങ്കുമ്പോൾ ഇത് കാണുന്ന ഈ ന്യൂസ് കാണുന്ന എല്ലാവർക്കും, എന്റെ മക്കളോ എന്റെ ഭാര്യയോ എന്റെ അച്ഛനോ ഒഴുകി പോകുന്ന ഫീൽ തന്നെയായിരുന്നു. അപ്പൊ ആക്ച്വലി ഞാൻ ഉറങ്ങിയിട്ട് ഒരു ദിവസം ഉറക്കം വരുന്നില്ല. അപ്പൊ എനിക്ക് ഒരു കാര്യം, ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് പേര് ഒന്നിക്കുന്നു, നമ്മുടെ ഫ്രണ്ട്സ്, ബ്രദേഴ്സ് എല്ലാരും ഒരുപാട് പേര് സഹായം ചെയ്യുന്ന ഒരു സമയം കണ്ടപ്പോ ഒരു വരി മനസ്സിൽ തോന്നി എനിക്ക്, എന്തായിട്ട് ദൈവത്തിന് തുല്യമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരുമതൻ മണ്ണന്റെ മലയാളം, ആ ഒരു വരി എന്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തു ആക്ച്വലി. അപ്പോൾ തന്നെ ന്യൂസ് 8 നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ പാട്ട് കരളുറപ്പുള്ള കേരളത്തിന്റെ ഒരു സത്യം പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളിതൊക്കെ അതിജീവിച്ച് വരും എന്നൊരു ഉറപ്പോടുകൂടി ഭയങ്കര കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നി. ഈ സിറ്റുവേഷനിൽ ആ പാട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ എനിക്കൊരു എന്താ പറയാ, അത് ഒരു ആപ്റ്റ് അല്ലാത്തൊരു ഫീല് തോന്നി. ബിക്കോസ് നമ്മൾ ശരിക്കും തലോടേണ്ട സമയമാണ്, നമ്മുടെ സഹോദരങ്ങളെ കൂടെ ചേർക്കേണ്ട സമയമാണ്. അതിപ്പം നമ്മൾ ആ ഒരു ഇമോഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന ഒരു സംഭവം വരണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആക്ച്വലി ചുമ്മാ പാടി കമ്പോസ് ചെയ്തതാണ്. പക്ഷെ അതിനകത്ത് എനിക്കൊരു ഇമോഷൻ വന്നു. അപ്പൊ ഞാൻ അപ്പൊ തന്നെ നമ്മുടെ ലല്ലു ചേട്ടന് പാട്ട് അയക്കുകയും ഞാൻ തന്നെയാണ് എഴുതിയത്. അപ്പം കുറച്ചും കൂടെ നമ്മൾ ഇപ്പോഴത്തെ ഇമോഷനും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് എനിക്ക് എന്താണ് ഈ സിറ്റുവേഷനിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ കരളുറപ്പുള്ള കേരളം പോലെ തന്നെ ഇപ്പൊ ഈ സമയത്ത് ആ പാട്ടിനെ ഓർത്തുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട്, നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മലയാളം, നമ്മുടെ അഭിമാനം എന്ന് ഓർമ്മിക്കുകയും അതിനെ വീണ്ടും വീണ്ടും വാനോളം പുകഴ്ത്തുകയും നമ്മുടെ ഈ ഒരുമ
വീണ്ടും നമ്മുടെ റീബിൽഡ് ചെയ്യാനും നമ്മളെ പുനരധിവാസത്തിനും എല്ലാവരുടെയും ഒരു ഒത്തൊരുമയ്ക്ക് കാരണമാകുമ്പോൾ എൻ്റെ ഒരു പാട്ടും അവിടെ വരട്ടെ എന്ന് എൻ്റെ ഒരു ചെറിയൊരു ഹമ്പിൾ എൻ്റെ ഒരു ആഗ്രഹമാണ് ഈ പാട്ടിന്റെ ഒരു ഇതിവൃത്തം. തീർച്ചയായും അതിന് ന്യൂസ് 18 കേരളത്തോട് തന്നെ സഹകരിക്കാൻ താങ്കൾ തീരുമാനിച്ചതിനും ഒരുപാട് സ്നേഹവും സന്തോഷവും ഞങ്ങളുടെ ഭാഗത്തു നിന്നും അറിയിക്കുകയാണ്. നമ്മുടെ ഒരു എന്ത് പറഞ്ഞാലും ന്യൂസ് 18നോടുള്ള കടപ്പാട്. ആക്ച്വലി എന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്ന് ഇത് തന്നെയാണ്. എന്റെ കരളുറപ്പുള്ള കേരളമാണ്. എന്റെ പാട്ടുകളിൽ എല്ലാവരും എന്നെ റെക്കഗ്നൈസ് ചെയ്യുകയും എവിടെ പോയാലും എല്ലാവർക്കും അറിയാവുന്നുള്ളത് നമ്മുടെ ഒരു ദേശീയ ഗാനം പോലെ. കേവലം ഒരു പാട്ടിനപ്പുറം അത് ആളുകൾ അവരുടെ ഇമോഷനുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സത്യം അതൊരു എനിക്ക് എന്റെ ബ്ലെസ്സിംഗ് ആയിട്ട് എന്റെ എൻറ്റയർ മ്യൂസിക് ലൈഫിൽ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് മാറാൻ കാരണം തന്നെ ന്യൂസ് 18 ആണ്. അതിന് കാരണമായത് ന്യൂസ് 18 തന്നെ പിന്നെ വർക്ക് ചെയ്തിരുന്ന ജോയി ചേട്ടനും നമ്മുടെ ലല്ലു ചേട്ടനൊക്കെയാണ്. അപ്പൊ ഇപ്പോഴും വർക്ക് ചെയ്യുന്ന ലല്ലു ഉണ്ട്. അപ്പം എനിക്ക് അതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റി. ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നത് തന്നെ എന്റെ വലിയ ഭാഗ്യമാണ്. അറ്റ് ദ സെയിം ടൈം ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്ത ആള് അഭിലാഷ് ഭയങ്കര എന്താണ് നമ്മുടെ ഇമോഷനെ ഒപ്പിയെടുക്കുന്ന രീതിയിൽ തന്നെ അയാൾ ആ ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും എൻറ്റയർ നമ്മുടെ ന്യൂസ് 18 ഫാമിലിക്ക് ഒരു വലിയ താങ്ക് യു ആൻഡ് ബിഗ് സല്യൂട്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ നമ്മുടെ ടെലികാസ്റ്റ് ഒക്കെ നമ്മൾ പുറത്തിരുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ശരിക്കുള്ള പിക്ചർ നമ്മൾ അവിടെ പോയി കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ഓരോ റിപ്പോർട്ടേഴ്സും നിങ്ങൾ ന്യൂസ് റീഡേഴ്സ് ഒക്കെ ചെയ്യുന്ന വലിയ സേവനത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൂട്ടാൻ ഞാൻ ഈ സമയത്ത് പറയുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്കൾക്കും വലിയൊരു ബിഗ് സല്യൂട്ട് ഞങ്ങളും നേരുകയാണ്. കാരണം ഈ ഒരു ഗാനം ഇപ്പോൾ ഞങ്ങളുടെ ഊർജ്ജം ഇരട്ടിയാക്കിയിരിക്കുകയാണ്. ഇഷാൻ ദേവ്, വിരോധമില്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി പാടാമോ നമ്മുടെ പുതിയ പാട്ടിന്റെ? തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, ഇതെന്റെ അടയാളം. നമ്മൾ തോൾ ചേരും നേരം താങ്ങായി മാറും, നമ്മൾ തോളോടു തോൾ ചേരും അടയാളം, എങ്ങും കൈത്താങ്ങും പുണ്യമെൻ മലയാളം, എന്റെ മലയാളം. അങ്ങനെ ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി ഇഷാൻ ദേവ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു സൃഷ്ടി ഞങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിനും അത് ന്യൂസ് 18 കേരളത്തിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ആ ഒരു മനസ്സ് കാണിച്ചതിനും ഒരുപാട് നന്ദി. ഒത്തിരി താങ്ക് യു സോ മച്ച്. നമ്മുടെ കേരളം ഒന്നടങ്കം, നമ്മുടെ മലയാളികൾ ഒന്നടങ്കം നമ്മുടെ അഭിമാനമായി മാറിയ ഈ നിമിഷങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ ഒന്നിച്ച് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തിയിൽ എൻ്റെ ഒരു പാർട്ടായിട്ട്, എൻ്റെ ഒരു വികാരമായിട്ടൊരു ഗാനമായി ചേരാൻ പറ്റിയതിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമുള്ള ഒരു ഒരു കലാകാരൻ തന്റെ കലയിലൂടെ ആകണമല്ലോ എല്ലാ ഘട്ടത്തിലും. ഞാൻ അങ്ങനെ തന്നെയാണ് വിഷയം. എന്റെ കല എന്ന് പറയുന്നത് എന്റെ ജീവിതമാണ്, എന്റെ ഫീലിങ്സ് ആണ്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. അപ്പൊ അത് തന്നെയാണ് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്ന ഈ നിമിഷവും. ഞാൻ എന്ന കലാകാരന് എന്നെ ഒരു പാർട്ടാക്കി മാറ്റിയ ന്യൂസ് 18 താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് ലല്ലു ചേട്ടൻ ഒരു ബിഗ് താങ്ക് യു കൂടെ പറയുന്നു. താങ്ക് യു സോ മച്ച്. ലവ് യു. തീർച്ചയായും ഇഷാൻ ദേവിന് ഒരുപാട് സ്നേഹം ന്യൂസ് 18 കേരളത്തിന്റെ ഭാഗമായി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി നമുക്ക് ആ ഗാനം കേട്ടിട്ട് വരാം. ഇതിന്റെ മലയാളം എന്നുയിരിന്റെ താളം, തോളോടു തോൾ ചേരും മലയാളമേ, നെഞ്ചം നിറയ്ക്കുന്ന അഭിമാനമേ, കൂടപ്പിറപ്പെന്ന വരദാനമേ, ഉലകെങ്ങും പുകഴ് പെറ്റ ഒരു നാമമേ, അവരന്റെ ഉയിരിനെ ദൈവമായി കാക്കുന്ന ഒരു മതൻ മണ്ണെന്റെ മലയാളമേ, ഇതെന്റെ മലയാളം, ഇതെന്റെ അടയാളം, എന്റെ മലയാളം, എന്നുയിരിന്റെ താളം, ഇതെന്റെ മലയാളം, എന്റെ അടയാളം.
താളം ഇതെന്റെ മലയാളം താങ്ങായി മാറും നമ്മൾ തോളോടു തോൾ ചേരും അടയാളം എന്നും കൈതാങ്ങും പുണ്യമെൻ മലയാളം എന്റെ മലയാളം ഇതെന്റെ അടയാളം ഇതെന്റെ മലയാളം. വയനാടിന്റെ രക്ഷാകരങ്ങൾക്ക് ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട് നേടുകയാണ് ഞങ്ങൾ ന്യൂസ് 18 കേരളം. അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ മലയാളം എന്നുള്ള ഈ ഒരു പുതിയ ഗാനം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇഷാൻ ദേവാണ് ഇതിന്റെ സംഗീത സംവിധാനവും ഈ പാട്ടിന്റെ രചനയും ഉൾപ്പെടെ പാടിയതുമൊക്കെ അദ്ദേഹം തന്നെയാണ് നിർവഹിച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ പ്രളയകാലത്ത് പ്രേക്ഷകർക്കൊപ്പം അല്ലെങ്കിൽ അവിടെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്കൊപ്പം രക്ഷാപ്രവർത്തകർക്കൊക്കെ കരുത്ത് തെളിയിക്കാനും ഊർജം പകരാനും അവർക്കൊപ്പം ഉണ്ടെന്ന് തെളിയിക്കാനുമാണ് ഞങ്ങൾ നന്മയുള്ള ലോകമേ എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം അവതരിപ്പിച്ചത്. ഇഷാൻ ദേവ് തന്നെയായിരുന്നു അതിന്റെ സംഗീതം ചെയ്തത്. ഞങ്ങളുടെ ന്യൂസ് 18 തന്നെ ഭാഗമായിരുന്ന മാധ്യമപ്രവർത്തകൻ ജോയി തമ്മലമാണ് അതിന്റെ വരികൾ രചിച്ചത്. അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു ദുർഘട സമയത്ത് നമ്മൾ എന്റെ മലയാളം എന്നുള്ള ഒരു ഗാനം അവതരിപ്പിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ ഇതും ഏറ്റെടുക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉള്ളത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. വയനാട് മുണ്ടക്കയിൽ ഇന്ന് നടത്തിയ 2ാം ഘട്ട ജനകീയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചു. പരപ്പൻപാറയിൽ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെടുത്തത്. പരപ്പൻപാറയിലെ പുഴയോട് ചേർന്നുള്ള ഭാഗത്തു നിന്ന് 2 ശരീരഭാഗങ്ങളും പരപ്പൻപാറയിലെ മറ്റൊരു സ്ഥലത്തു നിന്നും 1 ശരീരഭാഗവുമാണ് കണ്ടുകിട്ടിയത്. അതേസമയം പ്രദേശത്ത് മഴ ശക്തമായതോടെ 3 മണിയോടെ ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, ഇന്നത്തെ ജനകീയ തെരച്ചിലിന്റെ വിശദാംശങ്ങൾ. ആര്യ, ഇന്ന് രാവിലെ 8 മണിയോട് കൂടി ഏകദേശം 2000-ഓളം പേരടങ്ങുന്ന സംഘമാണ് ഇത്തരത്തിൽ ജനകീയ തെരച്ചിലിന്റെ ഭാഗമാവുകയും ചെയ്തത്. ഈ 2ാം ഘട്ട ജനകീയ തെരച്ചിലിൽ 3 ശരീരഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. പരപ്പൻപാറയിൽ നിന്നാണ് ഈ ഒരു 3 ശരീരഭാഗങ്ങൾ ലഭിച്ചത്. ഒപ്പം തന്നെ മറ്റൊരു അസ്ഥികൂടം കൂടി അതിലെ ഭാഗങ്ങളും കൂടി ഈ ഒരു മേഖലയിൽ നിന്ന്, അതായത് ഈ അട്ടമല എന്ന പ്രദേശത്ത് നിന്നുകൂടി ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി ലഭിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഇന്ന് തന്നെ ചൂരൽമല കൂടാതെ പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളും അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളും ചാലിയാറിന്റെ ഇരുകരകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ പരപ്പൻപാറ അടക്കമുള്ള മേഖലയിൽ അവിടെ തന്നെയാണ് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടമുള്ളത്. കാന്തൻപാറ വെള്ളച്ചാട്ടം അടക്കമുള്ള മേഖലകളിലാണ് ഈ ഒരു തെരച്ചിൽ നിന്ന് വ്യാപകമായി ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെ നടക്കുകയും ചെയ്തത്. അവിടെ നിന്നാണ് 3 മൃതദേഹ ഭാഗങ്ങൾ കൂടി ലഭ്യമായിരിക്കുന്നത്. എന്തായാലും നാളെ ഈ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഒപ്പം തന്നെ പരിശോധന വിപുലമായി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിതല ഉപസമിതിയിൽ തീരുമാനമായിരിക്കുന്നത്. അതായത് ചാലിയാറിൽ നാളെയും മറ്റന്നാളും വിശദമായ പരിശോധന നടക്കും. സെക്ടറായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത്. മുണ്ടേരി ഫാം ഭാഗത്ത് ആരംഭിച്ച് പരപ്പൻപാറയിൽ അവസാനിക്കുന്ന വിധത്തിലാണ് ഈ ഒരു തെരച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ തെരച്ചിൽ സന്നദ്ധ പ്രവർത്തകർ ഉണ്ടാകില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം വളരെ ദുർഘടം പിടിച്ചിട്ടുള്ള ഏരിയയാണ്. അവിടേക്കൊക്കെ റോപ്പ് ഉപയോഗിച്ച് മാത്രമേ വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള NDRF അടക്കമുള്ള ഫയർ ആൻഡ് റെസ്ക്യൂ അടക്കമുള്ള ഈ സേനാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനമുള്ളൂ. അവർക്ക് മാത്രമേ അവിടെ ചെന്ന് ഈ ഒരു തിരച്ചിൽ നടത്താൻ സാധിക്കൂ എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കൂടാതെ പാണൻകായം വനമേഖല 2ാം സെക്ടർ ഭാഗത്തായി നാളെ തെരച്ചിൽ നടത്തും. പതിവ് പോലെ തന്നെ മുണ്ടക്കൈ, ഒപ്പം തന്നെ ചൂരൽമല, അട്ടമല, ഒപ്പം തന്നെ ഈ ഒരു പുഞ്ചിരിമട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ ഒരു സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ നേതൃത്വത്തിൽ നാളെയും തെരച്ചിൽ നടക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് 3 മൃതദേഹ ഭാഗങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ട്. നിലവിൽ 123 പേരെ കൂടിയാണ് ഇനി കണ്ടെത്താൻ ഉണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും അത്രയും പേരെ കണ്ടെത്തുന്നവരെ, അവസാന ശരീരഭാഗങ്ങൾ കൂടി കണ്ടെത്തുന്നവരെ തെരച്ചിൽ തുടരുമെന്നാണ് നിലവിൽ സർക്കാർ സംവിധാനങ്ങൾ അറിയിച്ചിരിക്കുന്നത്, സേനാ വിഭാഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഓരോ സെക്ടർ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധന നാളെയും തുടരുകയും ചെയ്യും. അതേസമയം പുനരധിവാസവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിലേക്ക് കടക്കുന്നു. 253ഓളം വാടക വീടുകൾ ഇതിനോടകം തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. 100 വാടക വീടുകൾ കൂടി പലയിടങ്ങളിലായി ഇന്ന് ലഭിക്കുമെന്നുള്ളൊരു കണക്കുകൂട്ടലുണ്ട്. അതിന്റെ ഒരു അറിയിപ്പ് നാളെ തന്നെ ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ 353 വീട് ഇതിനോടകം വാടക വീടുകൾ കണ്ടെത്താൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.
വയനാടുമായി ബന്ധപ്പെട്ട മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ, ചൂരൽമല, മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് മേപ്പാടി ഗവൺമെന്റ് ഹൈസ്കൂൾ, സെന്റ് ജോസഫ് UP സ്കൂൾ, മൌണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നാളെ പ്രത്യേക ക്യാമ്പ് സംഘടിപ്പിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശാനുസരണം ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ, IT മിഷൻ, അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ദുരന്തത്തിൽ രേഖകൾ നഷ്ടപ്പെട്ടവർ ഈ സൗകര്യം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. വയനാട് ദുരന്തത്തിൽ 229 മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇതിൽ 178 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. 51 മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട്. 3 ശരീരഭാഗങ്ങളും ലഭിച്ചു. അട്ടമലയിൽ ഇന്ന് നടത്തിയ തെരച്ചിലിൽ ലഭിച്ച അസ്ഥി തിരിച്ചറിയേണ്ടതുണ്ട്. താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കും. 2000-ഓളം പേർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായെന്നും മന്ത്രി അറിയിച്ചു. 3 ബോഡി പാർട്സ് കണ്ടെത്തിയിട്ടുണ്ട്. അത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്താലേ മനുഷ്യൻ്റെതാണോ അതോ മൃഗമാണോ എന്നുള്ളത് തിരിച്ചറിയും. അട്ടമലയിൽ ഒരു ബോൺ കിട്ടി. അതും മനുഷ്യൻ്റെതാണോ മൃഗത്തിൻ്റെതാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇത് പഴയതാണോ അതോ ഈ ദുരന്തത്തിലെ സംഭവത്തിന്റെ ഭാഗമായിട്ടുള്ളതാണോ അല്ലയോ എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. 2000-ഓളം വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി പങ്കെടുത്തു. അതായത് ആ പ്രദേശത്തുള്ളവർ, സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ, യുവജന സംഘടനാ രംഗത്തിന്റെ ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ, മറ്റ് വോളണ്ടിയർമാർ, അവിടുത്തെ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വിവിധ സെക്ടറുകളായി തിരിച്ചു. അതിലൊരു സെക്ടർ 1 പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ്. പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ ആണ്. ആ ഏരിയ നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ്. പക്ഷെ ഒന്നുകൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. താൽക്കാലിക പുനരധിവാസമാണ്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിന്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു, ഒരു സബ് കമ്മിറ്റി. ആ സബ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇന്നലെ വരെ 125 വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് 253 253. 253 വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല, 100ഓളം വാടക വീടുകളുടെ ഓഫർ വേറെയും വന്നിട്ടുണ്ട്. കോഴിക്കോട് വിലങ്ങാട് ദുരന്തത്തിന് 100-ലേറെ പ്രഭവ കേന്ദ്രങ്ങൾ. ഡ്രോൺ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. ദുരന്തത്തെക്കുറിച്ച് പഠിക്കാൻ 4-അംഗ വിദഗ്ധ സംഘം നാളെ വിലങ്ങാട് സന്ദർശിക്കും. ജിയോളജിസ്റ്റ്, ഹൈഡ്രോളജിസ്റ്റ്, സോയിൽ കൺസർവേഷനിസ്റ്റ്, ഹസാർഡ് അനലിസ്റ്റ് എന്നിവരടങ്ങുന്നതാണ് സംഘം. ഡ്രോൺ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു. മേഖലയിലെ ഉരുൾപൊട്ടൽ സാധ്യതാ കേന്ദ്രങ്ങൾ അറിഞ്ഞ ശേഷമാകും പുനരധിവാസം സംബന്ധിച്ച് കളക്ടർ റിപ്പോർട്ട് നൽകുക. കർണാടകയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു. ഇന്നലെ രാത്രിയാണ് 19ാം ഗേറ്റ് തകർന്നത്. ഗേറ്റ് തകർന്നതോടെ വെള്ളം പുറത്തേക്ക് ഒഴുകി. അപകടം ഒഴിവാക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഡാമിലെ ജലനിരപ്പ് കുറയ്ക്കേണ്ടതുണ്ട്. ഡാമിന്റെ മറ്റ് 32 ഗേറ്റുകൾ തുറന്ന് കൂടുതൽ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയാണ്. കൊപ്പൽ, വിജയനഗര തുടങ്ങിയ ജില്ലകളിൽ സർക്കാർ പ്രളയ മുന്നറിയിപ്പ് നൽകി. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്ത സംഭവത്തിൽ യുവതിക്കും ആൺ സുഹൃത്തിനുമെതിരെ കേസെടുത്ത് പോലീസ്. യുവതി പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് പ്രസവ വിവരം പുറത്തുവന്നത്. ആൺ സുഹൃത്തുമായി നടത്തിയ തെരച്ചിലിൽ തകഴി കൊല്ലനോടി പാടശേഖരത്ത് നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. കൊലപാതകമാണോ എന്ന് ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ പറയാനാകൂ എന്ന് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, നാടിനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വിശദാംശങ്ങൾ. ഇന്ന് കഴിഞ്ഞ 7-ന് പുലർച്ചെ 1:30-യോടെയാണ് പൂച്ചാക്കൽ സ്വദേശിനിയായ യുവതി ആൺകുഞ്ഞിന് ജന്മം നൽകുന്നത്. തുടർന്ന് ഈ യുവതി പിറ്റേ ദിവസം 8-ാം തീയതി രക്തസ്രാവത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. അവിടെ ആശുപത്രി ചികിത്സയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ യുവതി പ്രസവിച്ചു എന്നുള്ള കാര്യം അവിടെയുള്ള ജീവനക്കാർക്ക് മനസ്സിലാവുകയും അവർ കുട്ടി എവിടെ എന്നുള്ള ചോദ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ കുട്ടിയെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നൽകാനായി ഈ യുവതിക്ക് കഴിഞ്ഞില്ല. ആദ്യം അമ്മത്തൊട്ടിൽ കുട്ടിയെ ഉപേക്ഷിച്ചു എന്നുള്ള വിവരമാണ് നൽകുന്നത്. പിന്നീടാണ് കുട്ടി മരിച്ചു എന്നുള്ള വിവരം
ഇവർ ജീവനക്കാരെ അറിയിക്കുന്നത്. തുടർന്ന് പൂച്ചാക്കൽ പോലീസിനെ ആശുപത്രി ജീവനക്കാർ വിവരം കൈമാറി. ചോദ്യം ചെയ്യലിലാണ് തകഴിയിലുള്ള ആൺ സുഹൃത്തിന്റെ കൈവശം ഈ കുട്ടിയുടെ മൃതദേഹം കൊടുത്തുവിട്ടു എന്നുള്ള വിവരം ഇവർ അറിയിക്കുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ തകഴിയിലെ ആൺ സുഹൃത്തിനെയും ഒപ്പം തന്നെ അയാളുടെ ഒരു കൂട്ടുകാരനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഇവർ തകഴിയിലെ പാടശേഖരത്തിൽ കൊല്ലോടി പാടശേഖരത്തിൽ ഈ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്തു എന്നുള്ള വിവരം നൽകുന്നു. തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ നേതൃത്വത്തിലുള്ള സംഘം ഈ പാടശേഖരത്തേക്ക് എത്തുകയും ഈ ആൺ സുഹൃത്തിനെ പോലീസ് കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് ഇയാൾ കാണിച്ച സ്ഥലത്ത് പരിശോധന നടത്തിയപ്പോൾ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കുട്ടി പ്രസവത്തോടെ മരിച്ചു എന്നുള്ള വിവരമാണ് ഇവർ കൈമാറിയിട്ടുള്ളത്. അതായത് ഈ ആൺ സുഹൃത്ത് ഇപ്പോഴും ആ ഒരു മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ അത്തരത്തിൽ ഇനി കുട്ടിയെ കൊലപ്പെടുത്തിയതാണോ എന്നതിനെ സംബന്ധിച്ചൊക്കെ പോലീസിന്റെ സ്ഥിരീകരണത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റിയിട്ടുണ്ട്. നാളെ ഇൻക്വസ്റ്റ് പൂർത്തിയാക്കി ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ കൊലപാതകമാണോ എന്നതിനെ സംബന്ധിച്ചൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയൂ. ഈ രക്തസ്രാവത്തെ തുടർന്നും അണുബാധയെ തുടർന്നും ഈ യുവതി ഇപ്പോൾ എറണാകുളം സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് നിരീക്ഷണത്തിൽ ചികിത്സയിലാണ്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി വിടവാങ്ങി. താനൂരിലെ വീട്ടിലായിരുന്നു അന്ത്യം. നിലവിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ ചെയർമാനായിരുന്നു. ഖബറടക്കം ഇന്ന് രാത്രി 8:30 താനൂരിലെ വടക്കേപ്പള്ളിയിൽ നടക്കും. ആദരസൂചകമായി മുസ്ലിം ലീഗ് പാർട്ടിയുടെയും പോഷക ഘടകങ്ങളുടെയും 3 ദിവസത്തെ പൊതുപരിപാടികൾ മാറ്റിവെച്ചതായി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം അറിയിച്ചു. റോഡിന് കുറുകെ ഓടിയ മുള്ളൻ പന്നിയെ ഇടിച്ച് നിലമ്പൂരിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മുത്തേടം കാരപ്പുറം ബാലംകുളത്തെ കുനർക്കാടൻ ഷഫീഖാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5ഓടെ പാലങ്കര പാറായിപ്പടിയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത്. പുലർച്ചെ കാളികാവിലേക്ക് ജോലിക്കായി പോകവെ പാറായിപ്പടിയിൽ വെച്ച് റോഡിന് കുറുകെ ഓടിയ മുള്ളൻ പന്നിയെ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിലെ വൈദ്യുതി തൂണിലും ഇടിച്ചു. തെറിച്ചു വീണ ഷഫീഖിനെ സാരമായി പരിക്കേറ്റിരുന്നു. അപകടം അറിഞ്ഞെത്തിയവരാണ് ഷഫീഖിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ വെച്ചായിരുന്നു മരണം സംഭവിച്ചത്. ജമ്മു കാശ്മീരിലെ അനന്ത് നഗറിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു, 3 സൈനികർക്ക് പരുക്കേറ്റു. കോക്കർനാഗ് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ ശനിയാഴ്ച പുലർച്ചെ മുതൽ സുരക്ഷാ സേനയുടെയും പോലീസിന്റെയും സംയുക്ത ഓപ്പറേഷൻ നടക്കുന്നുണ്ട്. ഉയർന്ന വിളവ് ലഭിക്കുന്നതും കാലാവസ്ഥയ്ക്ക് യോജിച്ചതുമായ പുതിയ വിത്തുകൾ പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകരുടെ ആദായം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിത്തുകൾ പുറത്തിറക്കിയത്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് പുറത്തിറക്കിയ വിത്തുകളാണ് പുതിയതായി എത്തുന്നത്. ഇതിന്റെ ഭാഗമായ കർഷകരുമായി മോദി സംസാരിച്ചു. ഒളിമ്പിക്സ് കായികമേളയ്ക്ക് ഇന്ന് സമാപനം. പാരീസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30 സമാപന ചടങ്ങുകൾ. ചടങ്ങിൽ ഒളിമ്പിക് പതാക 2028 ലോസ് ഏഞ്ചലസ് ഗെയിംസിന്റെ സംഘാടകർക്ക് കൈമാറും. പാരീസ് മേയർ ആനി ഹിഡാൽഗോ ഒളിമ്പിക് പതാക IOC പ്രസിഡന്റ് തോമസ് ബാച്ചിന് കൈമാറും. തുടർന്ന് അദ്ദേഹം അത് ലോസ് ഏഞ്ചലസ് മേയർ കാരൻ ബാസിന് നൽകും. കായിക താരങ്ങളുടെ പരേഡിൽ ഷൂട്ടർ മനു ഭാക്കറും ഹോക്കി താരം PR ശ്രീജേഷും ഇന്ത്യയുടെ പതാക വഹിക്കും. 1 വെള്ളിയും 5 വെങ്കലവുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ 71ാം സ്ഥാനത്താണ്. ചൈനയാണ് 1ാമത്.